ഹലോ, അങ്ങനെ നമ്മുടെ 10ാമത്തെ നോമ്പ് കഴിഞ്ഞു അല്ലേ. അപ്പോൾ 10ാമത്തെ നോമ്പിന് ഞങ്ങൾ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അങ്ങനെ വല്ലപ്പോഴും മാത്രമേ ഞങ്ങൾ പത്തിരി ഉണ്ടാക്കാറുള്ളൂ. ഞങ്ങളൊരു പത്തിരി ലവേഴ്സ് അല്ല ഞങ്ങൾ ആരും. അതുകൊണ്ട് തന്നെ ഇന്ന് പത്തിരി ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ പത്തിരി ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഉമ്മാക്കാണ് കേട്ടോ. അതിൽ ഞാൻ കൈ കടത്താറില്ല. അങ്ങനെ ഉമ്മ പത്തിരിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിക്കൻ കറി റെഡിയാക്കേണ്ടത് എൻ്റെ പരിപാടി ആയതുകൊണ്ട് തന്നെ തിളച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പിന്നെ അതിലേക്ക് തേങ്ങാരപ്പ വരാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കുകയാണ്. അതിലേക്ക് കുറച്ച് ജീരകവും ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയൊക്കെ പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യലാണ് എൻ്റെ പരിപാടി. അങ്ങനെ ആ പരിപാടിയും ഞാൻ തീർത്തിട്ടുണ്ട് വളരെ സക്സസ്ഫുള്ളി ആയിട്ട് കേട്ടോ. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനുണ്ട്, വേഗം കട്ട് ചെയ്തോന്നാണ്. അപ്പം വിചാരിച്ചാൽ കുറേ നോക്കി നമ്മ കട്ട് വെച്ചിട്ട് പിന്നെ ഉമ്മ കട്ട് ചെയ്യില്ലെന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ തന്നെ കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഫ്രൂട്ട്സും ജ്യൂസും പിന്നെ ഏതെങ്കിലും ഒരു കടിയാണ് ഉണ്ടാക്കാറ്. അല്ലാതെ സ്നാക്സ് ഞങ്ങൾ ഉണ്ടാക്കാറില്ല. വല്ലപ്പോഴും മാത്രമാണ് ഞങ്ങൾ സ്നാക്സ് ഉണ്ടാക്കാറ് കേട്ടോ. കാരണം ഞാനും ഉമ്മയും മാത്രമുള്ള നോമ്പ് തുറക്കാൻ, അതേപോലെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ പൊതുവേ ഞങ്ങൾക്ക് സ്നാക്സിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫ്രൂട്ട്സിൻ്റെ ബൗൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫില്ല് ചെയ്യാറുണ്ട്. അതാണല്ലോ മെയിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കും. പിന്നെ അതേപോലെ ഏതെങ്കിലും ഒരു ജ്യൂസുമാണ് ഉണ്ടാക്കാറ് കേട്ടോ. കാരണം കുറേ ഒന്നും ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാറില്ല, കാരണം കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലൈറ്റായിട്ട് മാത്രമാണ് ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ബോളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജ്യൂസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഉമ്മക്കാണ്. അങ്ങനെ അത് ജ്യൂസ് ഉമ്മ മുന്തിരി പൾപ്പ് ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങൾക്ക് ആവശ്യത്തിന് അടിക്കാറാട്ടോ പതിവ്. അങ്ങനെ ജ്യൂസൊക്കെ ഉമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ചായയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഉമ്മേൻ്റെ സ്വന്തം നൈസ് പത്തിരി, നല്ല അടിപൊളി നൈസ് പത്തിരിയായിട്ട് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കി. പിന്നെ എൻ്റെ സ്വന്തം തേങ്ങ വറുത്തരച്ച കറി, അങ്ങനെ അതൊക്കെ ആയിട്ട് ഇതാ ബാങ്ക് വിളിക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും വലിയ കാത്തിരിപ്പ് ഈ ഒരു ബാങ്ക് വിളിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രക്കും നേരം നോക്കിയിരിക്കണം ഈ ഫുഡിൻ്റെ മുമ്പിൽ. വേറെ ഒരു നേരത്തും അങ്ങനെ അല്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു. പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാം കേട്ടോ. പിന്നെ ഒരു നോമ്പ് തുറയായിരുന്നു. അങ്ങനെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ 2 പത്തിരിയും കുറച്ച് ചിക്കൻ കറിയൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. അത് കഴിച്ച് നേരെ പിന്നെ നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് പോയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ചേട്ടാ.